നമ്മുടെ അഡീനിയം ചെടികൾ നല്ലോണം പൂക്കളും ഉണ്ടാവും. അതുപോലെ പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബോൺസായി ലുക്ക് പോലെ ചെടി ഉണ്ടാവാനും നമ്മൾ നല്ല വളങ്ങളൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ചെടിയും നല്ല ഹെൽത്തി ആവും, നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗി കൊടുക്കുകയും ചെയ്യും. പൂക്കളായിട്ടും ചെടിയായിട്ടും ഒക്കെ നല്ല ഭംഗി കൊടുക്കുന്ന ഒരു ചെടിയാണ് അഡീനിയം. അതുപോലെ തന്നെ നമുക്ക് തീരെ ശുശ്രൂഷ ആവശ്യമില്ലാത്തൊരു ചെടിയും കൂടിയാണ്. നല്ല വെയിലുണ്ടായാൽ മതി, നമ്മുടെ ചെടി ഓക്കെ ആയിക്കോളും. അപ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കെട്ടി നിൽക്കാണ്ട് ഇറങ്ങി പോകണം. അതുപോലെ നല്ല സൺലൈറ്റ് കിട്ടണം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ അഡീനിയം നല്ല ബുഷി പോലെ ഉണ്ടാവും. ചെടിയുമെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളും ഉണ്ടാവും. ഇത് നമ്മുടെ ലൈറ്റ് റോസ് സിംഗിൾ പെറ്റൽ ചെടിയുടെ വിത്തിന് ഇതുപോലെ നല്ല കൊമ്പ് പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇഷ്ടം പോലെ ചെടികൾ മുളപ്പിക്കാൻ പറ്റും. ഇത് സിംഗിൾ പെറ്റൽ റോസ്. ഇതെന്ന് വെച്ചാൽ വൈറ്റ് സിംഗിൾ പെറ്റലാണ്. ഇത് വൈറ്റ് സിംഗിൾ പെറ്റൽ ചെടിയുടെ വിത്തണത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഡക്സ് ഉണ്ട്, അതുപോലെ ചെടിയും ഉണ്ട്. സിംഗിൾ റോസ് പെറ്റൽ ചെടിയിലാണ്. മഴക്കാലമായ കാരണം പൂക്കളൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോയി, എന്നാലും വിത്ത് നല്ല ഹെൽത്തി ആയിട്ടുണ്ടായിട്ടുണ്ട്. ചെടി അതുപോലെ നല്ല ഹെൽത്തിയാണ്. ഇത് വൈറ്റ് ഫ്ലവറിന്റെ വിത്താണ്. അപ്പം നമ്മുടെ ചെടിയിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ചെടിയിലും നല്ലോണം വിത്ത് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഡൗട്ട് ചോദിക്കുന്നതാണ് വിത്ത് എങ്ങനെ ഉണ്ടാവാന്നുള്ളത്. എല്ലാ ചെടികളിലും നല്ലോണം വിത്ത് ഉണ്ടായിട്ട് നല്ല ഹെൽത്തിയാണ് ചെടികൾ. കണ്ടില്ലേ, മഴ പെയ്തപ്പോൾ പൂക്കളൊക്കെ കുറഞ്ഞതാണ്. അപ്പോൾ എല്ലാ ചെടികളിലും നല്ല ഹെൽത്തി ആയിട്ട് വിത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വിത്ത് പായി കഴിഞ്ഞാൽ നമുക്ക് നിറഞ്ഞ് ചെറിയ ചെടികൾ ഉണ്ടാക്കി നല്ല കോഡക്സ് വലുതായ ഇഷ്ടം പോലെ ചെടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു വിത്ത് ഇങ്ങനെ ഉണങ്ങി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അപ്പൂപ്പന്താടി പോലത്തെ വിത്തുകൾ ഉണ്ടാവും. അപ്പോൾ ഈ വിത്ത് പാവി കഴിഞ്ഞിട്ടാണ് നല്ല കോഡക്സ് ഒക്കെ വലുതായ നല്ല ചെടികളൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ വിത്ത് പാവിയ ചെടികളിലാണ് കോഡക്സ് ഒക്കെ നല്ല ബോൺസായി പോലെ ഉണ്ടാവുന്നത്. ഈ ഒരു മിക്സ് കൊടുത്താൽ മതി. നമ്മുടെ അഡീനിയം ചെടികളിൽ നല്ല പൂക്കൾ നല്ല കരുത്തിലുണ്ടാവും. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകൾ ഉണ്ടാവും. ഈ ഒരു മിക്സ് നമ്മളൊരു 15 ദിവസം കൂടെ കൊടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ എല്ലുപൊടി, നമ്മൾ വീട്ടിലൊക്കെ എത്തിച്ച ചാരം, പിന്നെ അതുപോലെ വെർമി കമ്പോസ്റ്റ്. ഈ ഒരു മിക്സാണ് ഞാൻ ഈ ചെടികൾക്ക് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വിത്ത് ഉണ്ടാവാൻ നല്ലോണം സഹായിക്കുന്ന ഒരു വളക്കൂട്ടാണത്. ഇത് കുറച്ചെടുത്തിട്ട് നമ്മുടെ ചെടിയുടെ കടയ്ക്കൊന്ന് കുത്തി ഇളക്കി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. വിത്ത് തീരെ ഉണ്ടാവണില്ലെങ്കിൽ നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്താലും മതി. ഒരു ഫ്ലവർ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് ഇതിൻ്റെ പൂമ്പൊടി ഇതുപോലെ നമ്മൾ ടൂത്ത് പിക്കില്ലേ അതുകൊണ്ട് എടുത്ത് ഇതൊക്കെ ഇവിടെ പൂമ്പൊടിയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് ഈ ഒരു പോർഷനിൽ നമ്മൾ ഇത് തേച്ച് പിടിപ്പിച്ച് ശേഷം ഈ പൂക്കൾ ഇങ്ങനെ കൂട്ടി വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി വയ്ക്കുക. ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി. ഈ പൂ കൊഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഇവിടെ നമ്മുടെ വിത്ത് ഉണ്ടായിക്കോളും. പോളിനേഷനൊന്നും ചെയ്യണില്ല, അല്ലാണ്ട് ചെടികളൊക്കെ ഇങ്ങനെ കൂട്ടായിട്ട് വെച്ച് കൊടുക്കണ്. ഓട്ടോമാറ്റിക്കലി പോളിനേഷൻ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വിത്തുകളൊക്കെ ഉണ്ടായുള്ളതിന് അതേ ഒരു ഞെട്ടിൽ 4 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ തൈകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മഴ പെയ്ത സീസണായ കാരണമാണ് പൂക്കളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്നത്. നല്ല സൺലൈറ്റ് 6-8 മണിക്കൂറെങ്കിലും കിട്ടണം. അപ്പോൾ നമ്മുടെ ചെടികളിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും, അതുപോലെ വിത്തുകളും നല്ലോണം ഉണ്ടാവും. പിന്നെ വെള്ളം വാർന്നു പോണതൊക്കെ നല്ലോണം വേണം. മഴ പെയ്യുമ്പോൾ ഇപ്പോൾ റെയിനി സീസൺ ആണല്ലോ, അപ്പം വെള്ളമൊക്കെ നല്ലോണം വാർന്നു പോകണം. പിന്നെ നമ്മൾ നൈട്രജൻ ചേർന്ന വളങ്ങൾ ഒഴിവാക്കണം. യൂറിയ പിന്നെ അതുപോലെ നൈട്രജൻ ചേർന്ന വളങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ചെടികളിൽ പെട്ടെന്ന് തന്നെ വിത്തുകൾ ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ അഡീനിയം ചെടികളിൽ ഇഷ്ടം പോലെ വിത്തുകൾ ഉണ്ടാവും. വിത്ത് ഉണ്ടാവാത്തൊരു പ്രശ്നവുമില്ല. നമുക്ക് ഇഷ്ടം പോലെ ചെടി കിളിർപ്പിക്കാനും പറ്റും.